അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ പോത്തിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും ഇത്. നമുക്ക് ആദ്യം ഇതിനെ കഴുകിയെടുക്കാം. നല്ല വലിയ പോത്താണിത്. ഫിറോസിക്കയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. എന്നിട്ട് മസാല തയ്യാറാക്കാം. ഇത് പൊടിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി തൈര് ചേർത്ത് അരച്ചാലാണ് രുചി കൂടുന്നത്. ഇത് ഞങ്ങളുടെ രീതിയാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഉണ്ടാക്കണം. ഏറ്റവും വെളുത്ത് കുഴക്കണം. കണ്ടോ, അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ മുളക് അരച്ചതിലേക്ക് ആ പേസ്റ്റും പിന്നെ നമ്മൾ ശേഖരിച്ച ഈ കാട്ടുപോതിനെയും തൈരും ചേർത്ത് കുഴയ്ക്കണം. അതാണ് ഞങ്ങളുടെ മസാല. എന്നിട്ട് മസാല പുരട്ടണം. അപ്പോൾ ഇതെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. കുറേ വിറക് വേണം അടുപ്പിന് തീ കത്തിക്കാൻ, ബാക്കി വീടിന് ഉപയോഗിക്കാം. ഈ അടുപ്പ് റെഡിയായി. ഇനി തീ കത്തിക്കണം. പിന്നെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം. ഈ മസാല പുരട്ടിയ ഇറച്ചി തീയിൽ വേവിക്കുമ്പോൾ നല്ല മണമാണ്. നല്ല മണം വരുന്നുണ്ട്. ഓ, ഫിറോസിക്ക തോറ്റുപോകും എൻ്റെ മുന്നിൽ. ഒരു കാര്യം മറന്നു, നാരങ്ങ വേണം. രാത്രിയായി, എന്തു ചെയ്യും? സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഇത് പിഴിഞ്ഞ് ഇറച്ചി കഴിക്കണം. ഈ പുതിയ പ്രഭാതത്തിൽ നമ്മളൊരു യുദ്ധം തുടങ്ങുകയാണ്. ഈ നാരങ്ങയുടെ പുളിരസം ഈ മാംസത്തിന് ഒരു പ്രത്യേക രുചി നൽകും. നമുക്ക് തുടങ്ങാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നിനി ഇത് മതി ഗൈസ്. വയറ് നിറഞ്ഞ് ഇനി കുറച്ച് ബാക്കിയുണ്ട്. അത് നറുക്കെടുത്ത് തിന്നാം. അപ്പം നമ്മുടെ പാണ്ടിക്കാട് കണ്ണനാണ് നറുക്കെടുക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക. സുഹൃത്തുക്കളെ, അവൻ്റെ സുഹൃത്ത് സഫിക്ക് ലോട്ടറി അടിച്ചു. ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഞാൻ വയറ് നിറഞ്ഞുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഗൈസ്, ഞാൻ വീട്ടിലെത്തി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.